എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th ക്ലാസ്സിലെ ഹിന്ദി NCERT വസന്ത് എന്ന പുസ്തകത്തിലെ 3rd ചാപ്റ്ററായ നാദാൻ ദോസ്തിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ്. NCERT സൈറ്റിലുള്ള സെയിം ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ കഹാനീസെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കഥയിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇത്. अंडों के बारे में केशव और ശ്യാമ के मन में किस तरह के सवाल उठते थे? ആ മുട്ടകളെ പറ്റിയിട്ട് കേശവിൻ്റെയും ശ്യാമയുടെയും മനസ്സിൽ ഏത് വിധത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? വേ ആപ്പസ് ही में सवाल जवाब करके अपने दिल को तसल्ली क्यों दे दिया करते थे? അവർ രണ്ടുപേരും തമ്മിൽ തന്നെ സവാൽ ജവാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദ്യവും ഉത്തരവും അങ്ങും ഇങ്ങും അവർ പറഞ്ഞിട്ട് ദിൽക്കോ തസല്ലി ക്യൂൻ ദേ ദിയാ കർത്തേ തേ സ്വന്തം തന്നെ സമാധാനിക്കുന്നുണ്ടായിരുന്നു അവർ. അങ്ങനെ എന്തുകൊണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ബാൽമൻ ജിജ്ഞാസാവോ സെ ഭരാ ഹോത്താ ഹെ. ബാൽമൻ കുട്ടികളുടെ മനസ്സ്. ജിജ്ഞാസാവോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആങ്ഷൈറ്റി, അറിയാനുള്ള ആഗ്രഹം, ജിജ്ഞാസ. അങ്ങനെയുള്ള അറിയാനുള്ള ആഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിരിക്കും കുട്ടികളുടെ മനസ്സ്. അതെന്താണ്, ഇതെങ്ങനെയാണ് എന്നൊക്കെ കുട്ടികളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അതാ പറയുന്നത്. ഉനോനെ പെഹ്ലെ കഭി അണ്ടേ നെഹി ദേഖേ തേ. അപ്പോൾ ഈ കുട്ടികൾ മുമ്പ് ഒരിക്കലും മുട്ടകൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. മുട്ടകളെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കോഴിമുട്ടയല്ല ഇവിടെ പറയുന്നത്, പക്ഷികളുടെ മുട്ടകൾ. ഉൻകെ ഘർവാലോ നെ ഭി ഉൻകോ അണ്ടോ കെ ബാരെ മേ കോയി ജാൻകാരി നെഹി ദീ തി. അവരുടെ വീട്ടുകാരും അവർക്ക് ഈ മുട്ടകളെ പറ്റി ഒരു അറിവും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീട്ടുകാരും. ഉൻകോ പത്താ നഹി താ കി അണ്ടോ കാ ആകാർ കിത്ന ബടാ ഹോത്താ ഹെ. അപ്പോൾ ഈ കുട്ടികൾക്ക് അറിയില്ലായിരുന്നു ഈ മുട്ടകളുടെ ആകാർ, ഷേപ്പ് അല്ലെങ്കിൽ സൈസ് എത്ര വലുതായിരിക്കും. അണ്ടേ കിസ് രംഗ് കെ ഹോത്തേ ഹെ, അത് എന്ത് കളറായിരിക്കും. ഉന്മേ ബച്ചേ കേസെ പേദാ ഹോത്തേ ഹെ, അതിൽ നിന്ന് കുട്ടികൾ എങ്ങനെയാണ് വരിക. വേ ക്യാ ഖാത്തേ ഹെ, ആ കുട്ടികൾ എന്താണ് കഴിക്കുക. ഉൻകാ ഘോസ്ല കേസാ ഹോത്താ ഹെ, അതിൻ്റെ കൂട് എങ്ങനെയായിരിക്കും. ബച്ചോ കെ മൻ മേ ഇസ് തരഹ് കെ സവാൽ സ്വാഭാവിക് ഹി തേ. കുട്ടികളുടെ മനസ്സിൽ ഇതുപോലുള്ള പല ചോദ്യങ്ങളും പല ക്വസ്റ്റ്യൻസും സ്വാഭാവികമാണ്. ആർക്കായാലും ഇങ്ങനെയൊക്കെ മനസ്സിൽ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. केशव ने श्यामा से चितड़े, टोकरी और दाना पानी मंगाकर कार्निस पर क्यों रखे थे? കേശവ് ശ്യാമയുടെ അടുത്ത് ചിത്തിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ തുണി കഷ്ണങ്ങൾ, ടോക്കരി ബാസ്ക്കറ്റ്, ദാന പാനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഗ്രെയിൻസും വെള്ളവും എല്ലാം വാങ്ങി ആവശ്യപ്പെട്ടിട്ട് കാർണിസ് പർ ക്യൂ റക്കിയത്തെ, കാർണിസിൽ എന്തുകൊണ്ടാണ് വെച്ചത്. കാർണിസ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാളില്ലേ, ചുമരിൻ്റെ എൻഡിൽ മുകളിൽ കുറച്ചുകൂടി ഇങ്ങനെ വെളിയിലേക്ക് തള്ളി നിൽക്കില്ലേ, ഷെയ്ഡ് പോലൊക്കെ. അപ്പോൾ പക്കളൊക്കെ അങ്ങനെയുള്ള അവിടെ കൂടുകൂട്ടും ഒക്കെ ചെയ്യും. അപ്പോൾ അവിടെയാണ് ഇതെല്ലാം കേശവ് വെച്ചത്. എന്തുകൊണ്ട് അവിടെ വെച്ചത്? കാർണിസ് പർ ചിടിയാക്കെ അണ്ടേത്തെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ ഈ പക്ഷികളുടെ മുട്ട ഉണ്ടായിരുന്നു. ഈ പക്ഷിയുടെ മുട്ട അവിടെ ഉണ്ടായിരുന്നു കാർണിസിൽ. കേശവ് ഓർ ശ്യാമനെ സോച്ചാക്കി അണ്ടോ സെ ബച്ചെ നിക്കൽ ആയേ ഹോങ്കെ. അപ്പോൾ കേശവും ശ്യാമയും വിചാരിച്ചു ആ മുട്ടകളിൽ നിന്ന് കുട്ടികൾ പുറത്തു വന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. ഉന്നെ ധൂപ് സെ ബച്ചാനെ കെ ലിയെ ചത്ത് ബനാനാ താ. അപ്പോൾ ആ പക്ഷിക്കുട്ടികളെ വെയിലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, ധൂപ് സെ ബച്ചാനെ കെ ലിയെ, വെയിലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ചത്ത് ബനാനാ താ, അതിന് റൂഫ് വേണം, എന്തെങ്കിലും അതിൻ്റെ മുകളിൽ എന്തെങ്കിലും സാധനം വേണം, അപ്പോഴേ അതിന് വെയിൽ തട്ടാതിരിക്കുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഈ കുട്ടികൾ വിചാരിച്ചത്. ഇസിലിയെ ടോക്കരി മങ്കായി കൈ. അതിന് വേണ്ടിയിട്ടാണ് ബാസ്ക്കറ്റ് ആവശ്യപ്പെട്ടത്. ചിത്തഡോസെ ഉൻകേലിയെ ഗദ്ദി ബനായി ഗൈ. ചിത്തടെ തുണികൾ പഴയ തുണി കഷ്ണങ്ങൾ കൊണ്ട് അതിന് ബെഡ് ഉണ്ടാക്കി. ഗദ്ദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഡ് ഉണ്ടാക്കി. ദാന പാനി മങ്കാക്കർ ഉൻകി ഭൂക്ക് മിട്ടാനെ കാ പ്രബന്ധ് കിയാ ഗയ. ദാന പാനി അതെല്ലാം കൊണ്ടുപോയി അതിൻ്റെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്തു, അറേഞ്ച് ചെയ്തു. പ്രബന്ധ് കർണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യാം. പ്യാലി മേ ഖാനെ കെ ലിയെ ദാന ഓർ പാനി റഖ് ദിയ. കപ്പിൽ, പ്യാലി എന്ന് വെച്ചാൽ കപ്പിൽ ഖാനെ കെ ലിയെ ദാന, കഴിക്കാൻ വേണ്ടിയിട്ട് ഗ്രെയിൻസ്, പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളവും അവിടെ വെച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേശവ് ഓർ ശ്യാമനെ ചിടിയാ കെ അണ്ടോ കി രക്ഷാ കി യാ നാദാനി. കേശവും ശ്യാമയും പക്ഷിയുടെ മുട്ടകളെ രക്ഷിക്കുകയാണോ ചെയ്തത് അതോ നാദാനിയാണോ ചെയ്തത്? നാദാനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തത്, അത് ഒരു തരത്തിലുള്ള ഫൂളിഷ്നെസ് എന്ന് പറയാൻ പറ്റും. അത് അറിയാതെ ചെയ്തതാണ്, ഇഗ്നോറൻസ് എന്നൊക്കെ പറയാം. केशव और श्यामा ने अपनी ओर से तो उन अंडों की रक्षा करनी चाहिए. കേശവും ശ്യാമയും അവരുടെ സൈഡിൽ നിന്ന് അവർ ആ മുട്ടകളെ രക്ഷിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. पर यह उनकी नादानी सिद्ध हुई. പക്ഷേ അവർ ചെയ്തതെന്താണ്? നാദാനി ആയിട്ട് മാറി. പറഞ്ഞാൽ അത് അരുതാത്തതായി മാറി, അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അവർ.
പക്ഷെ അവർക്ക് അറിയാതെ അങ്ങനെ ആയിപ്പോയി. ചിടിയ അപ്നെ അണ്ടോ കി രക്ഷ സ്വയം കർ സക്തി തി. ആ പക്ഷി അതിൻ്റെ മുട്ടകളുടെ രക്ഷ സ്വയം തന്നെ ചെയ്യാൻ കഴിവുള്ളതാണ്. പക്ഷികൾ സ്വയം ചെയ്യും അത്. ബച്ചേനെ അണ്ടോ കി രക്ഷ കർനെ കെ പ്രയാസ് മേ ഉന്നെ ചൂക്കർ ഗന്ദ കർ ദിയ. കുട്ടികൾ ആ മുട്ടകളെ രക്ഷിക്കാനെന്ന ശ്രമത്തിൽ അതിനെ തൊട്ടതിനെ വൃത്തികേടാക്കി. ഗന്ദ കർ ദിയ, അതിനെ അഴുക്കാക്കി. ഉന്നെ നഹി മാലൂം താ കി യദി വേ അണ്ടോ കോ ചൂ ലേങ്കെ തോ. ആ കുട്ടികൾക്ക് അറിയില്ലായിരുന്നു എങ്ങാനും അവർ ഈ മുട്ടകളെ തൊട്ടിട്ടുണ്ട് എങ്കിൽ ചിടിയ ഉന്നെ ചോട് ഹി ദേഗി. പിന്നെ പക്ഷി അതിനെ വിട്ടുകളയും, അതിനെ തട്ടിക്കളയും, പിന്നെ അത് നോക്കില്ല എന്നീ കുട്ടികൾക്ക് അറിയില്ലായിരുന്നു. വാസ്തവമേ വേ തോ ഉൻ അണ്ടോ കി രക്ഷ കർണ ചാഹത്തെ തെ. സത്യത്തിൽ എന്താണ്, ഈ കുട്ടികൾ ആ മുട്ടകളെ രക്ഷിക്കാനാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്, അതിനെ സുരക്ഷിതമായിട്ട് വെക്കാനാണ് അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ലേക്കിൻ നാദാനി മേ രക്ഷാ മേ ഹത്യ ഹോ ഗയി. പക്ഷേ ഈ നാദാനി, അവർക്ക് അറിവില്ലാത്തത് കൊണ്ട്, അവരുടെ അറിവില്ലായ്മ കാരണം അവരുടെ രക്ഷ എന്താണ്, അത് ഹത്യയായി മാറി. പറഞ്ഞാൽ അത് മരണമായി മാറി. ആ മുട്ടകൾ പിന്നെന്താണ് നഷ്ടപ്പെട്ടു പോയി. അടുത്തത് കഹാനി സെ ആകെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാഠത്തിനെ ബേസ് ചെയ്തിട്ട് തന്നെ, പക്ഷെ കുറച്ച് നമ്മൾ ആലോചിച്ച് എഴുതേണ്ടത്, കുറച്ച് മുന്നോട്ട്. കേശവ് और ശ്യാമ ने अंडों के बारे में क्या क्या अनुमान लगाए. കേശവും ശ്യാമയും ആ മുട്ടകളെ പറ്റിയിട്ട് എന്തൊക്കെയാണ് വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്, അനുമാനം അവരുടെ. യദി ഉസ് ജഗ തും ഹോത്തെ തോ ക്യാ അനുമാൻ ലഗാത്തെ ഓർ ക്യാ കർത്തെ. അവരുടെ സ്ഥാനത്ത് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി എന്ത് ചെയ്യുമായിരുന്നു. केशव और श्यामा ने अनुमान लगाया कि अब उन अंडों से बच्चे निकल आए होंगे. കേശവും ശ്യാമയും വിചാരിച്ചത് എന്താണ്, ഇനി ഇപ്പോൾ ആ മുട്ടകളിൽ നിന്ന് കുട്ടികൾ പുറത്തു വന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു അവർ. ചിടിയ ഇത്തന കഹാസെ ലായകി. പക്ഷി ഇത്രയ്ക്കൊക്കെ എവിടുന്ന് കൊണ്ടുവരും, പറഞ്ഞാൽ ആ കുട്ടികളെ തീറ്റാനുള്ള ഇത്രയൊക്കെ പക്ഷി എവിടുന്ന് കൊണ്ടുവരാൻ പറ്റും. ഗരീബ് ബच्चे ഇസ് തര ചൂച്ചു കർക്കെ മർ ജായെങ്കെ. ഗരീബ് ബच्चे, പാവം കുട്ടികൾ, ചൂച്ചു എന്ന് പറഞ്ഞാൽ അത് ചത്തുപോകും എന്ന് ഈ കുട്ടികൾ വിചാരിച്ചു, കേശവും ശ്യാമയും വിചാരിച്ചു. ഉന്നെ ധൂപ് സെ ഭി കഷ്ട ഹോഗ. വെയിൽ കൊണ്ടും അവർക്ക് ബുദ്ധിമുട്ടാകും. യദി കേശവ് और ശ്യാമ की जगह हम होते तो. അപ്പോൾ ഇതുവരെ പറഞ്ഞത് എന്താണ്, ആ കുട്ടികൾ വിചാരിച്ച കാര്യമാണ്. ഇനി എങ്ങാനും നമ്മളാണ് ആ സ്ഥാനത്തെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നാണ്. യദി കേശവ് और ശ്യാമ की जगह हम होते तो, നമ്മളാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥാനത്ത്. हम अनुमान लगाते कि कोई जानवर या अन्य जीव जंतु तो अंडों तक नहीं पहुंच जाएगा. कोई जानवर, ഏതെങ്കിലും മൃഗങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവജന്തുക്കളോ അണ്ടോൻ തക് നെഹി പഹുഞ്ച് ജായേഗ, ആ മുട്ട വരെ എത്താണ്ട് നോക്കണം. പറഞ്ഞാൽ അവർ ആ മുട്ടയെ നശിപ്പിക്കും. അതുകൊണ്ട് വേറെ ജീവികൾ അതിൻ്റെ അടുത്ത് വരാതെ നോക്കുക. കാർണിസ് തക് കോയി ജാൻവർ നാ പഹുഞ്ചെ. കാർണിസ് വരെ പറഞ്ഞാൽ അത് മുകളിലായതുകൊണ്ട് അവിടേക്ക് വേറെ ജീവജന്തുക്കളൊന്നും വരില്ല. മേ ഇസ്ക പ്രയാസ് കർത്ത. അങ്ങനെ ഞാൻ നോക്കും, പറഞ്ഞാൽ അങ്ങനെ ഞാൻ ശ്രമിക്കും. ഹം അണ്ടോക്കെ സാത്ത് ഛേടിച്ചാട് നെഹി കർത്തെ. ഞങ്ങൾ ആ മുട്ടകളെ തൊട്ട് അഴുക്കാക്കില്ല. ഛേടിച്ചാട് കർണമെന്ന് വെച്ചാൽ അത് തൊടുക, അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യില്ല. चिड़ियों के लिए दाना हम कार्निस पर रखने की जगह. പക്ഷികൾക്ക് വേണ്ടിയിട്ട് ദാന, അവർക്ക് ഗ്രെയിൻസ് ഒക്കെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കാർണിസിൽ വെക്കുന്നതിന് പകരം നീച്ചെ ജമീൻ പർ ബിഖേർ ദേത്തെ. പറഞ്ഞ താഴെ നിലത്ത് തന്നെ അതിങ്ങനെ വെതറിയിടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. माँ के सोते ही केशव और श्यामा दोपहर में बाहर क्यों निकल आए. അമ്മ ഉറങ്ങിയതും കേശവും ശ്യാമയും ഉച്ച സമയത്ത് വെളിയിലേക്ക് എന്തുകൊണ്ടാണ് വന്നത്. माँ के पूछने पर भी दोनों में से किसी ने किवाड़ खोलकर दोपहर में बाहर निकलने का कारण क्यों नहीं बताया. അമ്മ ചോദിച്ചിട്ട് കൂടി രണ്ടുപേരിൽ ഒരാളും കൂടി കിവാട് കോൽക്കർ ദോപ്പഹർ മേ, വാതിൽ തുറന്ന് ഉച്ച സമയത്ത് വെളിയിൽ വന്നതിൻ്റെ കാരണം എന്തുകൊണ്ട് പറഞ്ഞില്ല. क्योंकि वही समय ऐसा था जब वे बाहर आकर चुपचाप चिड़िया के बच्चे को देख सकते थे. എന്തുകൊണ്ടെന്നാൽ ആ സമയമായിരുന്നു അവർക്ക് കിട്ടിയ സമയം. ജബ് വേ ബാഹർ ആക്കർ പറഞ്ഞാൽ അവർ വെളിയിൽ വന്ന് ചുപ്ചാപ്പ് പതുക്കെ മിണ്ടാതെ ചിടിയാക്കെ ബച്ചോങ്കോ ദേഖ് സക്തേ തേ, പക്ഷിയുടെ കുട്ടികളെ കാണാൻ പറ്റുന്ന സമയമായിരുന്നു. കാരണം അമ്മ ഉറങ്ങുമായിരുന്നു, അപ്പോൾ ആരുമില്ല അവിടെയൊന്നും. അപ്പോൾ ആ ഉച്ച സമയമായിരുന്നു അവർക്ക് കിട്ടിയ ചാൻസ്. മാ ഉൻകോ ദേഖ് ലേത്തി തോ അണ്ടോങ്കോ ഹാത്ത് ന ലഗാനെ ദേത്തി. അമ്മ ഇവരെ എങ്ങാനും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇവർ പക്ഷിയുടെ അടുത്ത് പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് തൊടാൻ സമ്മതിക്കില്ലായിരുന്നു.
माँ के पूछने पर पिटाई के डर से दोनों में से किसी ने बाहर निकलने का कारण नहीं बताया. അമ്മ ചോദിച്ചിട്ടും പിട്ടായിക്ക് ഡർസെ എങ്ങാനും അമ്മ അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പേടിച്ചിട്ട് ദോനോമേസെ കിസിനെ ആ രണ്ടുപേരിൽ ഒരാളും അല്ലെങ്കിൽ രണ്ടുപേരും ബാഹർ നിക്കൽനേക്ക കാരൻ വെളിയിൽ പോകാനുള്ള കാരണം നഹി ബത്തായ പറഞ്ഞില്ല. അടുത്ത ക്വസ്റ്റ്യൻ. പ്രേംചന്ദ് ജിനെ ഇസ് കഹാനി കാ നാം നാദാൻ ദോസ്ത് രഖ. പ്രേംചന്ദ് ജി ഈ കഥയുടെ പേര് നാദാൻ ദോസ്ത് എന്നാണ് വെച്ചിരിക്കുന്നത്. ആപ് ഇസേ ക്യാ ശീർഷക് ദേനാ ചാഹേങ്കെ. ഇനി വേറെ എന്ത് ടൈറ്റിലാണ് നമുക്കിതിന് കൊടുക്കാൻ കഴിയുക? हम इसका दूसरा अन्य शीर्षक रक्षा में हत्या या बच्चों की नादानी देना चाहेंगे. അപ്പോൾ രണ്ടെണ്ണമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. രക്ഷാമേ ഹത്യ പറഞ്ഞാൽ രക്ഷിക്കുന്നതിൽ ഹത്യ ഉണ്ടായിപ്പോവുക, പറഞ്ഞാൽ ഹത്യയാകുക, രക്ഷിക്കുന്നത് ഹത്യയായി മാറുക. അല്ലെങ്കിൽ ബച്ചോങ്കി നാദാനി കുട്ടികളുടെ അറിവില്ലായ്മ. അങ്ങനെ ഈ രണ്ട് പേരും ഇതിന് സൂട്ടബിൾ ആയിട്ടുള്ള ശീർഷക്കാണ്, ടൈറ്റിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനുമാൻ ഓർ കൽപ്പന എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തം ഇമാജിൻ ചെയ്ത് ആലോചിച്ച് എഴുതേണ്ട ആൻസേഴ്സാണിത്. ഈസ് പാഠ് മേ ഗർമി കെ ദിനോ കി ചർച്ച ഹെ. ഈ പാഠത്തിൽ സമ്മറിനെ പറ്റിയിട്ടുള്ള സമ്മറിൽ നടന്ന സംഭവങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, ചർച്ച ചെയ്തിരിക്കുന്നത്. അഗർ സർദി യ ബർസാത്ത് കെ ദിൻ ഹോത്തെ തോ ക്യാ ക്യാ ഹോത്ത. അപ്പോൾ ഇതിൻ്റെ പകരം പറഞ്ഞാൽ ഈ ചൂടുകാലമാണ്, സമ്മറാണ് അല്ലേ ഗർമി കെ ദിൻ. ഇതിൻ്റെ പകരം സർദി വിൻ്ററോ അല്ലാന്നുണ്ടെങ്കിൽ ബർസാത്ത് റെയിനി സീസൺ മഴക്കാലമോ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? അനുമാൻ കരോ ഓർ അപ്നെ സാത്തിയോക്കോ സുനാവോ. നിങ്ങളത് നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് പറയാൻ പറഞ്ഞിരിക്കുകയാണ്. പറഞ്ഞ ഈ കുട്ടികൾ അഥവാ പിന്നെ റെയിനി സീസൺ അല്ലെങ്കിൽ വിൻ്റർ സീസൺ ആണെങ്കിൽ ഇപ്പം ചെയ്തതിന് പകരം എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. अगर सर्दी के दिन होते तो केशव और श्यामा अंडों को ठंड से बचाने की व्यवस्था करते. എങ്ങാനും വിൻ്റർ ആണെന്നുണ്ടെങ്കിൽ കേശവും ശ്യാമയും ഈ മുട്ടകളെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള എന്തെങ്കിലും വ്യവസ്ഥ അറേഞ്ച്മെൻറ്റ് ചെയ്യും. ഉൻകി മാ ഉന്നെ ഇത്നി സർദി മേ ബാഹർ നിക്കൽനെ കെ ലിയെ ഡാണ്ട്തി. അവരുടെ അമ്മ അവരെ ഇത്രയും വിൻ്ററിൽ നല്ല തണുപ്പുള്ള സമയത്ത് വെളിയിൽ അവർ ഇറങ്ങുന്ന സമയത്ത് ചീത്ത പറഞ്ഞിട്ടുണ്ടാവും, വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. അഗർ ബർസാത്ത് കാ മൗസം ഹോത്താത്തോ. എങ്ങാനും ഇനി റെയിനി സീസൺ ആണെന്നുണ്ടെങ്കിലോ ബർസാത്ത് കാ മൗസം മഴക്കാലം ആണെന്നുണ്ടെങ്കിലോ വേ അണ്ടോങ്കോ പാനീസെ ബച്ചാനെ കെ ലിയെ ചിന്തിത് രഹത്തെ. ഈ മുട്ടകളെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിരിക്കും അവരുടെ ശ്രമം. പറഞ്ഞാൽ മഴ പെയ്യുന്ന സമയത്ത് ആ മുട്ടകളുടെ മേലെ തട്ടും, അതുകൊണ്ട് ആ വെള്ളത്തിൽ നിന്ന് മുട്ടകളെ രക്ഷപ്പെടുത്താനായിരിക്കും അവരുടെ ചിന്ത, അവരുടെ ശ്രമം. ഉസ് സമയ ഉന്നെ പാനി മേ ബാഹർ നിക്കൽനെ കെ ലിയെ മാ സെ ഡാണ്ട് സുന്നി പടുത്തി. അപ്പം മഴക്കാലമായത് കൊണ്ട് എന്താണ്, മഴക്കാലത്ത് പാനി മേ ബാഹർ നിക്കൽനെ കെ ലിയെ വെള്ളമുള്ളത് കൊണ്ട് മഴയൊക്കെ തട്ടെന്ന് പറഞ്ഞിട്ട് അവർ വെളിയിലിറങ്ങിയതിന് അമ്മ ചീത്ത പറഞ്ഞിട്ടുണ്ടാകാം, അവരുടെ അമ്മ അല്ലെങ്കിൽ അവരെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാഠ പഠിക്കർ മാലൂം കരോ കി ദോനോ ചിടിയ വഹാ ഫിർ ക്യൂ നഹി ദിഖായി ദി. പാഠം വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ആ രണ്ട് പക്ഷികളും പിന്നെ അവിടെ എന്തുകൊണ്ട് കാണപ്പെട്ടില്ല? വേ കഹാ ഗയി ഹോഗി. അവർ രണ്ടുപേരും ആ രണ്ട് പക്ഷികളും എവിടെ പോയിട്ടുണ്ടാകാം? ഇസ് പർ അപ്നെ ദോസ്തോ കെ സാത്ത് മിൽക്കർ ബാത്ചീത് കരോ. ഇതിൻ്റെ പറ്റിയിട്ട് നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ സംസാരിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ചിടിയാക്കി സാരെ അണ്ടേ ഫൂട്ട് ഗയെ. ആ പക്ഷിയുടെ എല്ലാ മുട്ടകളും പൊട്ടിപ്പോയി. ഇസ്ലിയെ ദോനോ വഹാസെ ചലി ഗയി. അതുകൊണ്ട് ആ രണ്ട് പക്ഷികളും അവിടെ നിന്ന് പോയി. ഓർ ഫിർ കഭി വാപ്പസ് നഹി ആയി. പിന്നെ ഒരിക്കലും തിരിച്ചു വന്നില്ല. എന്തുകൊണ്ടാണ്? വേ ദോനോ വഹാസെ കിസി ദൂസരി സുരക്ഷിത് ജഗാ പർ ഗയി ഹോഗി. ആ രണ്ട് പക്ഷികളും വേറെ ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവാം. അപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇവിടെ വെച്ചാൽ ഇനിയും മുട്ടകൾ ഇങ്ങനെ ആയാലോ എന്ന് വെച്ചിട്ട് ഇനിയും കൂടി സുരക്ഷിതമായിട്ടുള്ള സ്ഥലം തേടി പോയിട്ടുണ്ടാകാം. വഹാം ഘോസല ബനായ ഹോഗ. അവിടെ അതിൻ്റെ കൂട് കെട്ടിയിട്ടുണ്ടാവാം. ഓർ ഫിർ സമയ ആനെ പർ അണ്ടേ ദിയെ ഹോങ്കെ. സമയം വരുന്ന സമയത്ത് മുട്ടയും ഇട്ടിട്ടുണ്ടാവാം. അടുത്ത ക്വസ്റ്റ്യൻ. കേശവ് ഓർ ശ്യാമ ചിടിയ കെ അണ്ടോ കോ ലേക്കർ ബഹുത് ഉത്സുക് തെ. കേശവും ശ്യാമയും പക്ഷിയുടെ മുട്ടകളെ ആലോചിച്ചിട്ട് വളരെയധികം ഉത്സുക്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അവർക്ക്, ക്യൂരിയോസിറ്റി, ആങ്ഷ്യസ്. क्या तुम्हें भी किसी नई चीज़ या बात को लेकर कौतूहल महसूस हुआ है? നിങ്ങൾക്കും എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ പുതിയ സാധനങ്ങൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ കണ്ടിട്ട് പറഞ്ഞാൽ അതിനെ പറ്റിയിട്ട് കൗതൂഹൽ, ക്യൂരിയോസിറ്റി, അങ്ങനെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എപ്പോഴെങ്കിലും ഫീൽ ആയിട്ടുണ്ടോ?
ऐसे किसी അനുഭव का വർണ്ണൻ करो. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുഭവങ്ങളെ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. और बताओ कि ऐसे में तुम मन में क्या क्या सवाल उठे थे. തുമാരി മന്മേ സോറി. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്, എന്തൊക്കെ ചോദ്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ വന്നത് എന്ന് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. मुझे अपने घर में पैदा हुए बिल्ली के नवजात बच्चों के प्रति कौतूहल बना रहता था. എനിക്ക് എൻ്റെ വീട്ടിൽ ജനിച്ച പൂച്ചക്കുട്ടികൾ, നവജാത് ബച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ജനിച്ചത്, അങ്ങനത്തുള്ള ചെറിയ പൂച്ചക്കുട്ടികളെ കണ്ടിട്ട് എനിക്ക് വളരെയധികം കൗതൂഹൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂരിയോസിറ്റി, ഇനിയും അറിയാനുള്ള ആഗ്രഹം, അതെന്തൊക്കെയാണ് ചെയ്യാമെന്നൊക്കെ അറിയാനുള്ള ആഗ്രഹം, അങ്ങനെ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. ഏക് ബാർ മേരെ ഘർ കെ പിछले हिस्से में एक बिल्ली ने 3 बच्चे दिए थे. ഒരു പ്രാവശ്യം എൻ്റെ വീട്ടിൽ ബാക്ക് സൈഡിൽ പിന്നാലെ ഏക് ബില്ലിനെ, ഒരു പൂച്ച 3 കുട്ടികളെ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. 3 കുട്ടികളുണ്ടായിരുന്നു അതിൻ്റെ. ഉനെ ദേക്കർ മുझे बहुत കൗതൂഹൽ ഹുവ. എനിക്ക് അവരെ കണ്ടിട്ട് വളരെയധികം കൗതൂഹൽ, ക്യൂരിയോസിറ്റി ഉണ്ടായി. बिल्ली अपने बच्चों को मुंह में दबाकर एक स्थान से दूसरी स्थान पर ले जाती थी. പൂച്ച അതിൻ്റെ കുട്ടികളെ മുഹമ്മെ ദബാക്കർ, വായിൽ എങ്ങനെ, ദബാക്കർ എന്ന് പറഞ്ഞാൽ അമർത്തി പിടിച്ചിട്ട് കടിച്ച് പിടിച്ചിട്ട് ഒരു സ്ഥലത്തു നിന്ന് ഇനിയൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഉന്നെ ദേഖ്ന മുझे बहुत अच्छा लगता था. അങ്ങനെ കാണാൻ, അതിനെ കാണാൻ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. मैं माँ से छुपाकर कटोरी में आया करती थी, रख आया करती थी. ഞാൻ അമ്മ കാണാതെ അമ്മയെ ഒളിപ്പിച്ചിട്ട് കട്ടോരിയിൽ, ബൗളിൽ പാല് കൊണ്ടുപോയി വെച്ചിട്ട് വരുമായിരുന്നു. और कभी कभी अपने हिस्से की रोटी भी उन्हें खिला देती थी. ചില സമയത്ത് എനിക്ക് തന്ന, अपने हिस्से की എന്ന് പറഞ്ഞാൽ എൻ്റെ ഷെയർ, എനിക്ക് തന്ന ചപ്പാത്തി, റൊട്ടി എന്ന് പറഞ്ഞാൽ ചപ്പാത്തി, അതിനെ കൊടുക്കുമായിരുന്നു, ഞാൻ പൂച്ചയ്ക്ക് കൊടുക്കുമായിരുന്നു. മേരെ മൻമേ അക്സർ യഹ് സവാൽ ഉഠ്താ താ കി, എൻ്റെ മനസ്സിൽ എപ്പോഴും എന്ത് ക്വസ്റ്റ്യനാ വരുമായിരുന്നു എന്ന് വെച്ചാൽ, ബില്ലി അപ്നെ ബച്ചോं को मुंह में दबाती है. ഈ പൂച്ച അതിൻ്റെ കുട്ടികളെ വായിലിങ്ങനെ കടിച്ച് പിടിച്ചിട്ട്, അമർത്തി പിടിച്ചിട്ട് കൊണ്ടുപോകുക. തോ ക്യാ ഉനി ദർദ് നഹീ ഹോത്താ, അങ്ങനെ പോകുന്ന സമയത്ത് അതിന് വേദന ഉണ്ടാവില്ലേ എന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നുമായിരുന്നു. പറഞ്ഞാൽ അങ്ങനെയുള്ള ചോദ്യം എൻ്റെ മനസ്സിൽ വരുമായിരുന്നു. നെക്സ്റ്റ് ഭാഷ കി ബാത്ത്. ശ്യാമ മാ സെ ബോലി മേനെ ആപ്കി ബാത്ചീത് സുൻ ലി ഹെ. ശ്യാമ മാ സെ ബോലി, ശ്യാമ അമ്മയോട് പറഞ്ഞു. മേനെ ആപ്കി ബാത്ചീത് സുൻ ലി ഹെ, ഞാൻ നിങ്ങളുടെ സംസാരം കേട്ടു. ബാത്ചീത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംസാരം, വർത്തമാനം കേട്ടു. ऊपर दिए उदाहरण में मैंने का प्रयोग श्यामा के लिए और आपके का प्रयोग माँ के लिए हो रहा है. അപ്പോൾ മോളിൽ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൽ മേനെ പിന്നെ ആപ്കി അങ്ങനെ 2 എണ്ണം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം മേനെ എന്നുള്ളതിൻ്റെ പ്രയോഗം ആർക്ക് വേണ്ടിയിട്ടാണ്? ശ്യാമ. അതാരാ പറയണത്? ശ്യാമ പറയണ പോലെയല്ലേ മേനെ, ഞാൻ. ആരാണതാ ഞാൻ എന്ന് പറയുന്നത് അവിടെ? ശ്യാമ. ആപ്കി എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? ആരെ വേണ്ടിയിട്ടാണ്? മാക്കേലിയെ. അപ്പോൾ മേനെ എന്ന് പറയുന്നത് ശ്യാമയും, ആപ്കി ബാത്ചീത്ത് നിങ്ങളുടെ സംസാരം, ഈ നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ, ആപ്കി എന്നുള്ള താങ്കൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അമ്മയെ. അപ്പോൾ ആപ്കി എന്നുള്ള പ്രയോഗം അമ്മയ്ക്ക് വേണ്ടിയിട്ടും ആണ് ചെയ്തിരിക്കുന്നത്. जब सर्वनाम का प्रयोग कहने वाले, सुनने वाले या किसी तीसरे के लिए हो तो उसे पुरुषवाचक सर्वनाम कहते हैं. അപ്പോൾ ഇവിടെ മേനെ, ആപ്കി എന്നുള്ളതെല്ലാം എന്താണ്? സർവനാം ആണ്, അതായത് പ്രോനൗൺസ് ആണ്. നമ്മൾ നൗണിൻ്റെ പ്ലേസിൽ യൂസ് ചെയ്യുന്നതാണ് സർവനാം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നൗൺസ് ഏതെങ്കിലും പ്ലേസോ സ്ഥലമോ അല്ല എന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും പേരോ എന്തെങ്കിലും സാധനമോ എല്ലാം നൗൺസാണ്. ഹിന്ദിയിൽ സംഖ്യ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പ്ലേസിൽ യൂസ് ചെയ്യുന്നത് സംഖ്യ അല്ലെങ്കിൽ സംജ്ഞ എന്ന് നമ്മൾ പറയും. അപ്പോൾ അതിൻ്റെ പ്ലേസിൽ, നൗണിൻ്റെ പ്ലേസിൽ യൂസ് ചെയ്യുന്ന വേർഡ്സാണ് സർവനാം അഥവാ പ്രോനൗൺസ്. അപ്പോൾ ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ ഹീ, ഷീ, ദേ, ദിസ്, ദാറ്റ് എല്ലാം വരും. അപ്പം അതേപോലെ ഹിന്ദിയിൽ യഹ്, വഹ്, യേ, വേ, ഉനോനെ, ഇനോനെ, ഉനെ, ഇനെ എന്നൊക്കെ പറയാം. ഇതെല്ലാം എന്താണ്? സർവനാമായിട്ട് വരും. അപ്പോൾ ഇവിടെ മേനെ, ആപ്കി എന്നുള്ളത് രണ്ടും സർവനാമാണ്. അപ്പോൾ പറയുന്നത് ജബ് സർവനാം കാ പ്രയോഗ് कहने वाले सुनने वाले. അപ്പോൾ ആരെങ്കിലും പറയണ ആൾ, പിന്നെ അത് കേൾക്കുന്ന ആൾ, പിന്നെ അത് രണ്ടും കൂടാതെ തേർഡ് പേഴ്സൺ ആരെങ്കിലും മൂന്നാമതൊന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ 3 പ്ലേസിലും സർവനാം യൂസ് ചെയ്യുന്ന സമയത്ത് അതിനെ പുരുഷവാചക് സർവനാം എന്ന് പറയും. ഇപ്പോൾ ഇതിൽ പറയുന്ന ആളും കേൾക്കുന്ന ആളും എല്ലാ സ്ഥലത്തും സർവനാമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. മേനെ എന്നും പറഞ്ഞിട്ടുണ്ട്, ആപ്കി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം സർവനാമാണ്.
नीचे दिए गए वाक्यों में तीनों प्रकार के पुरुषवाचक सर्वनामों के नीचे रेखा खींचो. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ തീനോ പ്രകാരക്കെ പുരുഷവാചക് 3 തരത്തിലുള്ള പുരുഷവാചകം ഇതിൽ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ സർവനാമിനെ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. एक दिन दीपू और नीलू यमुना तट पर बैठे शाम की ठंडी हवा का आनंद ले रहे थे. ഒരു ദിവസം ദീപുവും നീലുവും യമുനാ തീരത്തിരുന്ന് ഷാം കി ഠണ്ഡി ഹവാക്ക വൈകുന്നേരത്തെ തണുത്ത കാറ്റിൻ്റെ ആനന്ദം എടുക്കുകയായിരുന്നു. പറഞ്ഞാൽ അവിടെ ഇരുന്ന് ആനന്ദിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൽ ദീപു, നീലു, യമുന ഇതെല്ലാം എന്താണ്? ഇതെല്ലാം നൗൺസാണ്, സംജ്ഞ അല്ലെങ്കിൽ സംഖ്യയാണ് ഇതെല്ലാം. ആനന്ദ് ലേന എന്ന് പറയുന്ന സമയത്ത് മുഴുവനും അപ്പോൾ ക്രിയയായിട്ട് വരും, വെർബായിട്ട് വരും. അപ്പോൾ ഇതിൽ നമ്മൾ നൗണിൻ്റെ പ്ലേസിലാണ് മുഴുവനും എന്താണ് സർവനാം യൂസ് ചെയ്യുക. അപ്പോൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നോക്കാം. തഭി ഉനോനെ, അപ്പം തന്നെ അവർ. അപ്പോൾ അവരെന്ന് പറയുന്ന സമയത്ത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ദീപുവിനെയും നീലുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ആ പ്ലേസിൽ, അവരുടെ പ്ലേസിൽ ഉൻഹോനെ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? സർവനാമാണ്. അപ്പോൾ ഉൻഹോനെ ദേഖാ കി ഏക് ലംബാ ആദ്മി ലട്ട് കടാത്താ ഹുവ ഉൻകി ഓർ ചലാ ആ രഹാ താ. അവർ കണ്ടു ഒരു ഉയരമുള്ള മനുഷ്യൻ ലട്ട് കടാത്താ ഹുവ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബ് ആയിക്കൊണ്ട്, ഭയങ്കര വിഷമിച്ചുകൊണ്ട് അവരുടെ മുന്നിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഉൻകി ഓർ ചലാ ആ രഹാ താ, നടന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഉൻകി എന്ന് പറയുന്നത് ആരെയാണ്? അവരെ. ആരാണ്? ദീപുവും നീലുവും. അപ്പോൾ ഉൻകി എന്നുള്ളതും അവിടെ സർവനാമാണ്, അതും അണ്ടർലൈൻ ചെയ്യാം. അടുത്തത് പാസ് ആക്കർ ഉസ്നെ ബഡെ ദയനീയ സ്വർമേ കഹ. അടുത്ത് വന്ന് അയാൾ വളരെ ദയനീയമായ സ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ പാസ്, ആക്കർ അതെല്ലാം പിന്നെ സാധാരണ വേർഡ്സാണ്. ഉസ്നെ എന്ന് പറയുന്നത് ആരെയാണ്? അയാൾ, ആ മനുഷ്യൻ, ഇവരുടെ നേരെ വരുന്നുണ്ടായിരുന്ന ആ മനുഷ്യനെയാണ് ഉസ്നെ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പോൾ അതും സർവനാമാണ്, അതിനും അണ്ടർലൈൻ ചെയ്യാം. വളരെ ദയനീയമായ സ്വരത്തിൽ പറഞ്ഞു. പിന്നെ വേറൊന്നും സർവനാമില്ല. അടുത്തത് മേ ഭൂക്ക് സേ മറാ ജാ രഹാ ഹൂ. ഞാൻ വിശപ്പ് കൊണ്ട് ചത്തുപോകുന്നു. അപ്പോൾ മേ അതും എന്താണ്? പേരിൻ്റെ പ്ലേസിൽ, അയാളുടെ പേരുണ്ടെന്തോ അതിൻ്റെ പ്ലേസിൽ യൂസ് ചെയ്തിരിക്കുന്നതാണ് മേ എന്നുള്ളത്. അപ്പോൾ അതും എന്താണ്? സർവനാം ആണ്. അപ്പോൾ അവിടെയും അണ്ടർലൈൻ ചെയ്യാം. മേ ഭൂക്ക് സേ മറാ ജാ രഹാ ഹൂ. ക്യാ ആപ് മുझे കുച്ച് खाने को दे सकते हैं. ആപ് മുझे ഇതിൽ നിങ്ങൾ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആപ്പ് എന്നുള്ളത് എന്താണ്? അതും ഒരു പേരിൻ്റെ പ്ലേസിൽ യൂസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾ എന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആരാണ്? ദീപു, നീലും. അപ്പോൾ ആപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ പ്രോനൗണാണ്, സർവനാമാണ്, അണ്ടർലൈൻ ചെയ്യണം. മുझे എനിക്ക്. അപ്പോൾ ഇയാൾക്കും ഒരു പേരുണ്ട് അല്ലേ? അപ്പോൾ അതിന് പകരം എന്താ യൂസ് ചെയ്തിരിക്കുന്നത്? മുझे എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് സർവനാം, പ്രോനൗൺ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുझे എന്നുള്ളതും അണ്ടർലൈൻ ചെയ്യാം. കുച്ച് ഖാനെ കോ ദേ ദോ. കുച്ച് എന്നുള്ളതും സർവനാം തന്നെയാണ്. പറഞ്ഞാൽ എന്താ സാധനം എന്ന് പറയണില്ല അവിടെ, കുച്ച് എന്തെങ്കിലും. അപ്പം അതും സർവനാമായിട്ട് തന്നെ വരും. കുച്ച് എന്നത് പുരുഷവാചക് സർവനാം അല്ല, അനിശ്ചയവാചക് സർവനാം ആണ്. പറഞ്ഞാൽ അതൊരു ഫിക്സ്ഡ് അല്ല. കുച്ച് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും, ഏതെങ്കിലും, കുറച്ച് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. പുരുഷവാചകാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്യേണ്ടത്. പക്ഷെ എന്നാലും കുച്ച് എന്നുള്ളത് സർവനാമാണ്, അനിശ്ചയവാചക് സർവനാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തഗഡെ ബച്ചെ മസാലേദാർ സബ്ജി ബഡാ അണ്ട. തഗഡെ ബച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾ. മസാലേദാർ സബ്ജി എന്ന് വെച്ചാൽ വെജിറ്റബിൾസിനും പറയും, ഉണ്ടാക്കിയ കറിക്കും പറയും. അപ്പം മസാല ആയിട്ടുള്ള കറി. ബഡാ അണ്ട വലിയ മുട്ട. यहाँ रेखांकित शब्द क्रमशः बच्चे, സബ്ജി ഓർ അണ്ടേക്ക് വിശേഷത യാനി ഗുൺ ബത്താ രഹേ ഹേ. ഇവിടെ രേഖാങ്കിത് ശബ്ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ്, പക്ഷേ അണ്ടർലൈൻ കാണിക്കുന്നില്ല ഇതിൽ അണ്ടർലൈൻ വരേണ്ടത് തഗഡെ ബച്ചെ എന്നുള്ളതിൽ തഗഡെ എന്ന് അണ്ടർലൈൻ ചെയ്യണം. മസാലേദാർ സബ്ജി എന്നുള്ളതിൽ മസാലേദാർ എന്നത് അണ്ടർലൈൻ ചെയ്യണം. ബഡ അണ്ട എന്നുള്ളതിൽ ബഡ എന്നത് അണ്ടർലൈൻ ചെയ്യണം. അപ്പോൾ ഇത് 3 തഗഡെ, മസാലേദാർ, ബഡ, ഇത് 3 അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ബച്ചെ, സബ്ജി ഓർ അണ്ടേക്ക് വിശേഷത യാനി ഗുൺ ബത്താ രഹേ ഹേ. അപ്പോൾ ഈ 3 വേർഡ്സ് തഗഡെ, മസാലേദാർ, ബഡ എന്നുള്ളത് ബച്ചെ എന്നുള്ളതിൻ്റെയും സബ്ജി എന്നുള്ളതിൻ്റെയും അണ്ടേ എന്നുള്ളതിൻ്റെയും വിശേഷതയാണ് കാണിക്കുന്നത്. വിശേഷത എന്ന് വെച്ചാൽ ഇവിടെ എന്ത് വിശേഷതയാണ്? ഇവിടെ ഗുണ്, അതൊരു ഗുണമാണ് അല്ലെങ്കിൽ ക്വാളിറ്റിയാണത്.
അപ്പോൾ കുട്ടികൾ ബच्चे എങ്ങനെയുള്ള കുട്ടികളാണ്? തഗഡെ ബच्चे ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളാണ്. സബ്ജി കറി എങ്ങനെയുള്ള കറിയാണ്? മസാലേദാർ മസാലകളൊക്കെ ഉള്ള കറിയാണ്. അണ്ട മുട്ട എങ്ങനെയുള്ള മുട്ടയാണ്? ബഡാ അണ്ട വലിയ മുട്ടയാണ്. അപ്പോൾ ബच्चे എന്നുള്ളതിനെ തഗഡെ എന്നുകൊണ്ട് വിശേഷിപ്പിക്കുന്നു. സബ്ജി എന്നത് മസാലേദാർ കൊണ്ട് വിശേഷിപ്പിക്കുന്നു. അണ്ട എന്നതിനെ ബഡ എന്ന വേർഡ് കൊണ്ടും വിശേഷിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനത്തുള്ള മുട്ടയാണ്? വലിയ മുട്ട. ഇസിലിയെ വിശേഷണോക്കോ ഗുണവാചക് വിശേഷൻ കehte hai. ഇത് വിശേഷൻ ആണ് മൂന്നെണ്ണവും തഗഡെ മസാലേദാർ ബഡ എന്നുള്ളത്. അതും വിശേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രത്യേക ഗുണങ്ങളെ കാണിക്കുന്നത് അഥവാ ക്വാളിറ്റിയെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനെയെല്ലാം നമ്മൾ ഗുണവാചക് വിശേഷൻ എന്ന് പറയും. इसमें व्यक्ति या वस्तु के अच्छे बुरे हर तरह के गुण आते हैं. ഇതിൽ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെയോ അച്ചേ ബുരേ നല്ലതാണെങ്കിലും അല്ലെങ്കിൽ നന്നല്ലാത്തതാണെന്നുണ്ടെങ്കിലും എന്തു ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും എല്ലാ തരത്തിലുള്ള ഗുണ ആത്തേഹേ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും വരും. ഇപ്പം നമ്മൾ ഇതിലെല്ലാം പോസിറ്റീവായിട്ട് തന്നെ പറയണമെന്നില്ല അതിൻ്റെ അർത്ഥം. ക്വാളിറ്റി അല്ലെങ്കിൽ ഗുൺ എന്ന് പറയുന്ന സമയത്ത് നെഗറ്റീവായിട്ടുള്ള ക്വാളിറ്റിയും പറയാൻ പറ്റും. ഇപ്പോൾ ബഡ അണ്ട വലിയ മുട്ട അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ സട അണ്ട എന്ന് പറയണമെന്ന് വെക്കുക. അപ്പോൾ എന്താണ്? അളിഞ്ഞ മുട്ട. സട എന്ന് വെച്ചാൽ അളിഞ്ഞത് റോട്ടൻ എന്ന് വെച്ചാലും എന്താണിത്? ഗുണവാചക് വിശേഷൻ തന്നെയാണ്. എന്തെങ്കിലും ഒരു ക്വാളിറ്റി അത് പോസിറ്റീവ് ആവണമെന്നൊന്നും ഇല്ല. എന്തെങ്കിലും ഒരു ക്വാളിറ്റി. आप 4 ഗുണവാചക് വിശേഷൻ ലിഖോ ഓർ ഉൻകെ വാക്യ ബനാവോ. അതുപോലെ 4 ഗുണവാചക് വിശേഷൻ എഴുതി അത് വെച്ച് സെൻറ്റൻസ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഗുണവാചക് വിശേഷൻ വാക്യം. ഇമാൻദാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ക്വാളിറ്റിയാണ്, അതൊരു ഗുണമാണ്. ഹോണസ്റ്റ് സത്യസന്ധത എന്ന് പറയാം. ആയുഷ് ഏക് ഇമാൻദാർ ലഡ്ക ഹെ. ആയുഷ് ഒരു ഇമാൻദാർ ആയിട്ടുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള ആൺകുട്ടിയാണ്. നീല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലൂ കളർ. ആസ്മാൻ കാ രംഗ് നീല ഹേ. ആകാശത്തിൻ്റെ നിറം നീലയാണ്. അപ്പോൾ അതും എന്താണ്? ഒരു ഗുണമാണ്, ഗുണവാചക് വിശേഷൻ. മോട്ടി എന്ന് പറഞ്ഞാൽ തടിച്ചത്. റീന മോട്ടി ഹേ. റീന തടിച്ച കുട്ടിയാണ്. എങ്ങനെയാണ് റീന? തടിച്ച കുട്ടിയാണ്. മീഠ മധുരമുള്ളത്. സേബ് മീഠ ഹേ. ആപ്പിള് മധുരമുള്ളതാണ്. അല്ലെങ്കിൽ ഖട്ട എന്ന് വെച്ചോ പുളിപ്പുള്ളതാണെന്ന്. സേബ് ഖട്ട ഹേ അല്ലെങ്കിൽ സേബ് ഖറാബ് ഹേ. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഗുണവാചക് വിശേഷനിൽ വരും, എന്തെങ്കിലും ഗുണങ്ങൾ കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേശവനെ ജുഞ്ചുലാക്കർ കഹ. കേശവ് ജുഞ്ചുലാക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദേഷ്യവും വിഷമവും കൂടി ഉള്ളൊരു ഭാവം അങ്ങനെ പറഞ്ഞു. കേശവ് റോനി സൂരത് ബനാക്കർ ബോല. കേശവ് കരയുന്ന മുഖമാക്കിയിട്ട് പറഞ്ഞു. കേശവ് ഘബരാക്കർ ഉഠ. കേശവ് പരിഭ്രമിച്ച് എണീറ്റു. കേശവനെ ടോക്രിക്കോ ഏക് ടഹനി സെ ടിക്കാക്കർ കഹ. കേശവ് ടോക്രി എന്ന് വെച്ചാൽ ബാസ്ക്കറ്റ്, കൊട്ട. ബാസ്ക്കറ്റിനെ ഒരു കൊമ്പ് കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക്, ടഹനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടഹനി എന്ന് വെച്ചാൽ കൊമ്പാണ്, അതുകൊണ്ട് ടിക്കാക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു. ശ്യാമാനെ ഗിഡ്ഗിഡാക്കർ കഹ. ശ്യാമ ഗിഡ്ഗിഡാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പ്ലീഡിങ് ആയിട്ട് പറഞ്ഞാൽ വളരെ റിക്വസ്റ്റ് ചെയ്യണ പോലെ അങ്ങനെ ഒരു ടോണിൽ പറഞ്ഞു. ഊപ്പർ ലിഖെ വാക്യോമേ രേഖാങ്കിത് ശബ്ദോं को ध्यान से देखो. മുകളിൽ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സ് ശ്രദ്ധിച്ചു നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ അണ്ടർലൈൻ കാണുന്നില്ല. എന്തൊക്കെയാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഈ ജുഞ്ചുലാക്കർ, ബനാക്കർ, ഘബരാക്കർ, ടിക്കാക്കർ, ഗിഡ്ഗിഡാക്കർ, കർ എന്ന് വരുന്ന ആ വേർഡ്സുകളാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. क्योंकि ये बताते हैं ये शब्द रीतिवाचक क्रिया विशेषण का काम कर रहे हैं. അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്? രീതിവാചക് ക്രിയാവിശേഷൻ. ഇത് ക്രിയയെ വിശേഷിപ്പിക്കുന്നത്. ക്രിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? എന്തെങ്കിലും ചെയ്യുന്നത്. നമ്മൾ ഇരിക്കുക, കിടക്കുക, തിന്നുക, കുടിക്കുക, പോവുക, വരിക, അങ്ങനെ എന്ത് ചെയ്യുന്നു നമ്മൾ പറഞ്ഞാൽ ആന, ജാന, നാച്ചന, ഗാന, ഖാന, പീന, അങ്ങനെ ഹിന്ദിയിൽ എന്ത് ചെയ്യണോ അതിനെയാണ് നമ്മൾ ക്രിയ എന്ന് പറയുക. അപ്പോൾ ക്രിയയെ വിശേഷിപ്പിക്കുന്നത് ഇപ്പം നടക്കുന്നു. ചൽ റഹാ ഹെ എങ്ങനെയാണ്? ധീരെ സെ അല്ലെങ്കിൽ ധീരെ ധീരെ ചൽത്താ ഹെ എന്ന് പറഞ്ഞാൽ പതുക്കെ നടക്കുന്നു. അപ്പോൾ അതാണ് ക്രിയാവിശേഷൻ, ക്രിയയെ വിശേഷിപ്പിക്കുന്ന വേർഡ്സുകൾ. അപ്പോൾ ചലന എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? ധീരെ സെ ചൽത്താ ഹെ, അപ്പോൾ പതുക്കെ നടക്കുന്നു. ഞാനതൊരു എക്സാമ്പിൾ പറഞ്ഞതാട്ടോ. അപ്പോൾ രീതിവാചക് ശബ്ദ്, രീതിവാചക് എന്ന് പറഞ്ഞാൽ ആ രീതി, ചെയ്യുന്ന രീതി, ഏത് തരത്തിൽ ചെയ്യുന്നു അത്. അപ്പോൾ ഏ ശബ്ദ് രീതിവാചക് ക്രിയാവിശേഷൻ കാ കാം കർ രഹേ ഹേ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ജുഞ്ചുലാക്കർ, ബനാക്കർ, ഘബരാക്കർ, ടിക്കാക്കർ, ഗിഡ്ഗിഡാക്കർ ഇതൊക്കെ രീതിവാചക് ക്രിയാവിശേഷൻ ആയിട്ടാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ആയിട്ടാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ക്യോങ്കി അങ്ങനെയാണ് അതിൻ്റെ ഫങ്ഷൻ ഇവിടെ. ക്യോങ്കി യെ ബതാത്തെ ഹേ കി കിൻഹെ ബോൾനെ और उठने की क्रिया कैसे हुई है.
ഇവിടെ യേ ബതാത്തെ ഹേ കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇല്ല കേട്ടോ. എന്തുകൊണ്ടാ വെച്ചാൽ ഇവിടെ ഇത് കാണിക്കുന്നത്, ഇത് സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ, ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ കെഹനെ ബോൾനെ ഓർ ഉട്ട്നെ കി ക്രിയ. പറഞ്ഞാൽ പറയുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ കെഹനെ ബോൾനെ രണ്ടും പറയുന്നത് തന്നെയാണ്. പിന്നെ ഉട്ട്നെ എന്ന് വെച്ചാൽ എണീക്കുന്നത്, പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടുള്ള ക്രിയകളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. कर वाले शब्द में क्रियाविशेषण होने की एक पहचान यह भी है कि കർ എന്ന് വരുന്ന വാക്കുകളിൽ, വേർഡ്സുകളിൽ ക്രിയാവിശേഷൻ ഉണ്ട് എന്ന് അറിയാനുള്ള ഒരു കാരണം കൂടി എന്താണെന്ന് വെച്ചാൽ യേ അക്സർ ക്രിയാസെ ठीक पहले आते हैं. ഈ വാക്കുകൾ ക്രിയയുടെ മുന്നിലായിട്ട് എന്ത് ക്രിയ അവർ പറയുന്നോ ചെയ്യോ എന്താ വെച്ചാൽ അതിൻ്റെ മുമ്പേ ആയിട്ട് ഈ വാക്കുകൾ യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പോൾ കഹ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ക്രിയയാണ്, പറയുന്നു. അപ്പോൾ എങ്ങനെ പറയുന്നു, ജുഞ്ചുലാക്കർ കഹ, ജുഞ്ചുലാക്കർ പറയുന്നു. അപ്പോൾ അതാണ് പറയുന്നത്, എന്ത് ക്രിയയാണോ അതിൻ്റെ മുമ്പേ ആയിട്ട് ഈ ക്രിയാവിശേഷൻ യൂസ് ചെയ്യും. അടുത്തതിൽ ബോല. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്, ബനാക്കർ, സൂരത്ത് ബനാക്കർ ബോല. എങ്ങനെയാണ് പറഞ്ഞത്, പറഞ്ഞ കരഞ്ഞ മുഖമാക്കിയിട്ട് പറഞ്ഞ ബനാക്കർ. അപ്പോൾ അത് പിന്നെ ബോല എന്നുള്ളതിൻ്റെ മുമ്പിലായിട്ട്, കറക്റ്റ് മുമ്പിലായിട്ട് വരുന്നുണ്ട്, ക്രിയയുടെ മുമ്പിലായിട്ട് ക്രിയാവിശേഷൻ വരുന്നുണ്ട്. ഉഠ, എണീറ്റു. എങ്ങനെയാണ് എണീറ്റത്, ഘബറാക്കർ, പരിഭ്രമിച്ചിട്ട് എണീറ്റു. അപ്പോൾ ക്രിയ ഇവിടെ എന്താണ്, ഉഠ, അതിൻ്റെ മുമ്പിലായിട്ട് ക്രിയാവിശേഷൻ ഘബറാക്കർ എന്നുള്ളത് വന്നു. അടുത്തത് കഹ, പറഞ്ഞു. എങ്ങനെയാണ്, ടെഹനീസെ ടിക്കാക്കർ, ആ സപ്പോർട്ട് കൊടുത്തിട്ട് ടിക്കാക്കർ കഹ. അതേപോലെ തന്നെ ഇവിടെയും ക്രിയയുടെ മുമ്പ് ടിക്കാക്കർ എന്നുള്ള ക്രിയാവിശേഷൻ വന്നു. അടുത്തത് കഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു എന്നുള്ളത്. എങ്ങനെയാണ് പറഞ്ഞത്, ഗിഡ്ഗിഡാക്കർ, പറഞ്ഞാൽ ക്രിയയുടെ മുന്നിൽ അതിലും ക്രിയാവിശേഷൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. अब तुम भी इन 5 ക്രിയാവിശേഷണോ കാ വാക്യോം മേ പ്രयोग करो. നിങ്ങളും ഈ ഇതിനെ വാക്യത്തിൽ പ്രയോഗിക്കാൻ പറഞ്ഞിരിക്കുകയാണ്, സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. झुंझलाकर, മോഹൻ की बात सुन नेहा झुंझलाकर चली गई. മോഹൻ്റെ വർത്തമാനം കേട്ടിട്ട്, മോഹൻ പറഞ്ഞത് കേട്ടിട്ട് നേഹ झुंझलाकर എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദേഷ്യവും വിഷമവും കൂടിയുള്ളൊരു ഭാവം, അങ്ങനെ അവൾ പോയി. ബനാക്കർ, ഉണ്ടാക്കിയിട്ട്. മാ ഖാന ബനാക്കർ ചലി ഗയി, അമ്മ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പോയി. ഘബരാക്കർ, പരിഭ്രമിച്ചിട്ട്. ദുർഘടനാക്കി ഖബർ സുൻ വഹ ഘബരാക്കർ ഉഠ, ആക്സിഡൻറ്റിൻ്റെ പറ്റിയിട്ട് കേട്ടിട്ട്, ഖബർ എന്ന് വെച്ചാൽ ന്യൂസ്, അതിനെപ്പറ്റി കേട്ടിട്ട് അവൻ പരിഭ്രമിച്ച് എണീറ്റു. ടിക്കാക്കർ, അർജുനെ നസറെ ടിക്കാക്കർ നിശാന സാധ, പറഞ്ഞാൽ ടിക്കാക്കർ എന്ന് വെച്ചാൽ എന്തിലെങ്കിലും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അർജുൻ നസറെ, അവൻ്റെ കണ്ണുകൾ അല്ലെങ്കിൽ അവൻ്റെ ദൃഷ്ടി, ടിക്കാക്കർ നിശാന സാധ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നല്ലോണം തറപ്പിച്ച് നോക്കില്ലേ, അങ്ങനെ ചെയ്തിട്ട് ലക്ഷ്യം വെച്ചു. നിശാന സാധ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാർഗറ്റ് ചെയ്യുക, അങ്ങനെ ലക്ഷ്യം വെക്കുക. ഗിഡ്ഗിഡാക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യണ പോലെ സംസാരിക്കുക, ആ ടോണിൽ സംസാരിക്കുക. രാജീവിനെ ഗിഡ്ഗിഡാക്കർ ശ്യാം സെ മാഫി മാങ്ങി, രാജീവ് വളരെ റിക്വസ്റ്റ് ചെയ്തിട്ട് ശ്യാമിനോട് മാപ്പ് ചോദിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, നീचे പ്രേംചന്ദ് की कहानी സത്യാഗ്രഹ का अंश दिया गया है. താഴെ പ്രേംചന്ദിൻ്റെ ഒരു സ്റ്റോറിയാണ് സത്യാഗ്രഹ, അതിൻ്റെ കുറച്ച് ഭാഗം തന്നിട്ടുണ്ട്, ചെറിയൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. आप इसे पढ़ोगे तो पाओगे कि विराम चिन्हों के बिना यह अंश अधूरा सा है. നിങ്ങളിത് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. വിരാം ചിഹ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പങ്ക്ച്വേഷൻ എന്ന് വെച്ചാൽ ഫുൾ സ്റ്റോപ്പോ കോമയോ അല്ലെങ്കിൽ ഇൻവെർട്ടഡ് കോമ, ക്വസ്റ്റ്യൻ മാർക്ക് എല്ലാം വരും. അപ്പോൾ പങ്ക്ച്വേഷൻ ഇല്ലാതെ, അപ്പോൾ ഈ ചിഹ്നങ്ങളൊന്നും ഇല്ലാതെ യഹ അൻഷ്, ഈ ഭാഗമല്ല ഏതാണെന്നുണ്ടെങ്കിലും, നമ്മൾ എന്ത് എഴുതണമെന്നുണ്ടെങ്കിലും അധൂരാസാഹെ പറഞ്ഞാൽ കംപ്ലീറ്റ് അല്ല. അധൂരാസാഹെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അല്ല, നമുക്ക് കൺഫ്യൂഷനുമാണ്, അത് വായിച്ചാൽ നമുക്ക് ശരിക്കും മനസ്സിലാകില്ല അല്ലേ. തും ആവശ്യകത के अनुसार ഉചിത് ജഗാവും पर വിരാം ചിഹ്ന ലഗാവോ. അപ്പോൾ ആവശ്യമുള്ളതനുസരിച്ചിട്ട് നിങ്ങൾ പിന്നെ സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വിരാം ചിഹ്ന ഇടാൻ പറഞ്ഞിരിക്കുകയാണ്, പങ്ക്ച്വേഷൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഉസി സമയ ഏക് ഖോംചെ വാല ജാത്ത ദിഖായി ദിയ. ഖോംചെ വാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭക്ഷണങ്ങൾ പറഞ്ഞാൽ ചെറിയ ചെറിയ സ്നാക്സ് ടൈപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സ്, മിഠായി അങ്ങനത്തുള്ള സാധനങ്ങൾ വിറ്റുകൊണ്ട് നടക്കുന്ന ആൾ. പറഞ്ഞാൽ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു വലിയ താലി അല്ലെങ്കിൽ തളിക എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതിലിങ്ങനെ വെച്ചിട്ട് ഒരിടത്തിരുന്ന് വെക്കും. പറഞ്ഞാൽ പിന്നെ ഒരു മൂടയൊക്കെ ഇല്ലേ, ഇങ്ങനെ നമ്മൾ ഇരിക്കണ മോടാന്നൊക്കെ പറയും, മുളയുടെ ബാമ്പൂവിൻ്റെ വരൂലേ, അത് വെച്ച് അതിൻ്റെ മേലെ അത് തന്നെ വേണം നിർബന്ധമില്ല കേട്ടോ, ഞാൻ പറഞ്ഞു തന്നത് സാധാരണ അങ്ങനെ കാണാറുള്ളത് കൊണ്ട് അതിൻ്റെ മേലെ
വലിയ താലത്തിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ വെച്ച് അതെന്തെങ്കിലും ഈ കടല വേവിച്ചതോ അതിലെന്തെങ്കിലുമൊക്കെ മസാലയൊക്കെ വെതറിയിട്ട് ഇങ്ങനെ തരും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ തരം സ്വീറ്റ്സ് അങ്ങനെ. അപ്പോൾ അത് അവിടെ ഇരുന്ന് വിൽക്കും. പിന്നെ അവർ കുറേ നേരം കഴിയുമ്പോൾ അവിടെ നിന്ന് എണീറ്റ് പോകും. അപ്പോൾ എന്താണ് പിന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കും. പിന്നെ ഈ മൂടയുടെ മേലെ ഈ പ്ലേറ്റ് വയ്ക്കും, അതിലതിനെ നിരത്തി വയ്ക്കും, വിൽക്കും. അങ്ങനെ വിൽക്കുന്ന ആൾക്കാരെയാണ് ഖോംചെ വാല എന്ന് പറയുക. അപ്പോൾ ഉസി സമയം ഏ ഖോംചെ വാല ജാത്തെ ദിഖായി ദിയ. ആ സമയത്ത് ഒരു ഖോംചെ വാല അതിലെ കൂടി പോകുന്നത് കണ്ടു. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താണ് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് വരണം അല്ലേ, അവിടെ ഒരു നിർത്തലാണ്. ദിയാന്ന് കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ്. 11 ബജ് ചുഖേത്തെ. 11 മണി കഴിഞ്ഞിരുന്നു. അപ്പോൾ പിന്നെയും ഫുൾ സ്റ്റോപ്പ്. ചാറോ തറഫ് സന്നാട്ട ഛാ ഗയാ ഥാ. 4 ഭാഗത്തും സൈലൻ്റ് ആയിരുന്നു, നിശബ്ദതയായിരുന്നു. അപ്പോൾ പിന്നെയും ഫുൾ സ്റ്റോപ്പ്. പണ്ഡിറ്റ് ജീനെ ബുലായ ഖോംചെ വാല കഹിയെ ക്യാ ഹൂ. അപ്പോൾ പണ്ഡിറ്റ് ജീനെ ബുലായ, അപ്പോൾ പണ്ഡിറ്റ് ജി വിളിച്ചു. അപ്പോൾ പിന്നെയും എന്താണ് അവിടെ പണ്ഡിറ്റ് ജി വിളിച്ചു, അത് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ്. ഖോംചെ വാലെ ഫുൾ സ്റ്റോപ്പ് ആവശ്യമില്ല, സോറി. പണ്ഡിറ്റ് ജീനെ ബുലായ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ കോമ, കാരണം ഖോംചെ വാലേനെ വിളിക്കുകയാണ്, അപ്പോൾ അത് കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ പണ്ഡിറ്റ് ജീനെ ബുലായ കോമ ഖോംചെ വാലെ. അപ്പോൾ പണ്ഡിറ്റ് ജി വിളിച്ചതാണ് എന്താണ് ഖോംചെ വാലേന്ന്. നമ്മൾ ഒരാൾ പറയണ ഒരു സെൻറ്റൻസിനെ അതേപടി എഴുതുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിനെ ഇൻവെർട്ടഡ് കോമയുടെ ഉള്ളിലിടും അല്ലേ. അപ്പോൾ ഖോംചെ വാലേന്ന് ആരാണ് പണ്ഡിറ്റ് ജി വിളിച്ചതാണ്, അപ്പോൾ അതിനെ നമ്മൾ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് ഇട്ടു. ഖോംചെ വാലേന്ന് വിളിച്ചു, അതിനെ ഇൻവെർട്ടഡ് കോമ ഇട്ടു. പിന്നെ ഖോംചെ വാല കഹിയെ ക്യാ കഹൂ എന്ന് വിളിച്ചത്, പിന്നെ അത് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ്. പിന്നെ ഖോംചെ വാല ഉത്തരം കൊടുത്തു അതിന്. അപ്പോൾ എന്താണ് ഖോംചെ വാല കഹിയെ ക്യാ ഹൂ, പറഞ്ഞോളൂ എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ ക്യാഹൂ എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ചോദിച്ചതാണ്. അപ്പോൾ അത് ഒരു ക്വസ്റ്റ്യൻ ഫോമാണ്. അപ്പോൾ അതിന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അത് കഴിഞ്ഞിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ കഹിയെ ക്യാ ഹൂ കോമയിലും എഴുതാം കേട്ടോ. ഖോംചെ വാല എന്നെഴുതി ഒരു ഹൈഫൺ, കാരണം ഖോംചെ വാല പറയണതാണ്. അപ്പോൾ ഒരാൾ പറയേണ്ടത് നമ്മൾ ഡയലോഗ്സ് എഴുതുന്ന സമയത്തും ഒരു ഹൈഫൺ ഇല്ലേ ചെറുത്, അങ്ങനെ വേണമെങ്കിലും ഇടാം. ഭൂക്ക് ലഗ് ആയിന, വിശക്കാൻ തുടങ്ങിയല്ലേ എന്ന് ചോദിച്ചു. ആരാണ് ചോദിച്ചത്? അത് ഖോംചെ വാല ചോദിച്ചു. അപ്പോൾ ഭൂക്ക് ലഗ് ആയിന കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ്. പിന്നെ അന്ന ജൽ ചോടന സാധുവും കാ കാം ഹേ, ഹമാര ആപ്കാ നഹി. അപ്പോൾ അന്നവും ജലവും ഒക്കെ വിടണത് പറഞ്ഞാൽ കഴിക്കാതിരിക്കുന്നത് സാധുവും കാ കാം ഹേ, സന്യാസിമാരുടെ പണിയാണ്. അതൊക്കെ നമ്മളുടെ പണിയല്ല. ഹമാര ആപ്കാ നഹി ഹേ, നമ്മുടെയും നിങ്ങളുടെയും ഒന്നും പണിയല്ല അത് എന്നോ. അപ്പോൾ അവിടെ എന്താണ് ഓട്ടോമാറ്റിക് നമുക്ക് മനസ്സിലാവേണ്ടത്, നഹി എന്ന് കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ്. അന്ന ജൽ ചോടന സാധുവും കാ കാം ഹേ, ഹമാര ആപ്കാ നഹി, ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു കോമയും കൂടി ആവശ്യമുണ്ട്. അന്ന ജൽ ചോടന സാധുവും കാ കാം, ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ് അല്ലേ. അത് കഴിഞ്ഞ് ഹമാര ആപ്ക നഹീന്ന് കുറച്ച് വേറെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കോമ, കാം ഹേ എന്ന് കഴിഞ്ഞിട്ട് കോമ. പിന്നെ മോട്ടേറാം അബെ ക്യാ കെഹത്താ ഹേ. മോട്ടേറാം അപ്പോൾ പറയാൻ തുടങ്ങി. മോട്ടേറാം എന്ന് പറഞ്ഞ ഒരാൾ, അയാൾ ചോദിച്ചു അബെ ക്യാ കെഹത്താ ഹേ, നീ എന്താടാ പറയണത്. അപ്പോൾ എന്താണ് മോട്ടേറാം എന്ന് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇടാം, കാരണം അയാൾ പറയണതാണത്. പിന്നെ അബെ ക്യാ കെഹത്താ ഹേ എന്നുള്ളത് എന്താണ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കാം, ഒരു ഇൻവെർട്ടഡ് കോമയും കൊടുക്കാം. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, കാരണം ഫുൾ സ്റ്റോപ്പാണ് കൂടുതൽ സൂട്ടബിൾ ഇവിടെ. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു എക്സാക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടല്ല പറയണത്. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചോ എന്നൊക്കെ പറയില്ല, അതുപോലെ. അപ്പോൾ അതിന് ഫുൾ സ്റ്റോപ്പ് തന്നെയായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ യഹാ ക്യാ കിസി സാധു സെ കം ഹേ, ചാഹെ തും മഹീനെ പടേ രഹേ ഓർ ഭൂക്ക് നാ ലഗേ. ഞങ്ങളെന്താ വല്ല സന്യാസിമാരെക്കാളും മോശമാണെന്ന് വിചാരിച്ചു. വേണമെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം ഇതുപോലെ കിടക്കും, ഞങ്ങൾക്ക് വിശപ്പും ഉണ്ടാവില്ല. അത് ഒക്കെ ഒരുമിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് ഭൂക്ക് നാ ലഗേ എന്ന് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ്. തുझे तो केवल इसलिए बुलाया है, നിന്നെ കേവലം ഇതുകൊണ്ടാണ് വിളിച്ചതെന്ന് വെച്ചാൽ ജറ അപ്നി കുപ്പി മുझे ദേക്കെ തോ വഹാ ക്യാ റേങ് രഹാ ഹേ മുझे ഭയ ഹോത്താ ഹേ. അപ്പോൾ നിന്നെ ഞാൻ എന്തുകൊണ്ടാണ് വിളിച്ചതെന്ന് വെച്ചാൽ നിൻ്റെ കുപ്പി എനിക്കൊന്ന് താ. കുപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടാവില്ലേ, ഇങ്ങനെ ഒരു നാരോ ആയിട്ട് കുപ്പിയിൽ പിന്നെ മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അതുപോലത്തെ വേറെ എന്തെങ്കിലും മെറ്റലിൻ്റെയോ അങ്ങനെ പറഞ്ഞാൽ നാരോ ആയിട്ട് ഇങ്ങനെ ഉള്ള എന്തെങ്കിലും സാധനം അതിൽ വിളക്കൊക്കെ തെളിച്ച് വെച്ചിട്ടുണ്ടാവില്ലേ അവർ വിൽക്കുന്ന സമയത്ത്, അങ്ങനെ എന്തോ. അപ്പോൾ അതെനിക്കൊന്നും ഇങ്ങോട്ട് താ, ഞാൻ നോക്കട്ടെ. ജറ അപ്നി കുപ്പി മുझे ദേ ദേ, എനിക്ക് താ. അപ്പോൾ മുझे ദേ ദേ എന്ന് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേക്കേ തോ വഹാ ക്യാ റേങ് രഹാ ഹേ, നോക്കട്ടെ. മുझे ദേ കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് കേട്ടോ. പിന്നെ ദേക്കേ തോ, നോക്കട്ടെ. അത് കഴിഞ്ഞ് ദേക്കേ തോ എന്ന് കഴിഞ്ഞ് നോക്കട്ടെ കഴിഞ്ഞിട്ട് ഒരു കോമ. പിന്നെ വഹാ ക്യാ റേങ് രഹാ ഹേ, അവിടെ എന്താണ് എഴയുന്നത്. റേങ് എന്ന് വെച്ചാൽ ക്രോളിങ്, എഴിയുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രഹാ ഹേ എന്ന് കഴിഞ്ഞിട്ട് പിന്നെയും ഫുൾ സ്റ്റോപ്പ്. മുझे ഭയ ഹോത്താ ഹേ, എനിക്ക് പേടിയാവുന്നു. അപ്പോൾ അതവിടെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളുടെ അടുത്ത് നിന്ന് ഇത് വാങ്ങിക്കാൻ വേണ്ടി ഇയാളെ വിളിച്ചത് എന്ന അർത്ഥം. എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.